ഗാസ സമാധാന കരാറിന്റെ ആദ്യഘട്ടമായ ബന്ദിമോചനം നാളെ ആരംഭിക്കുകയാണ്. 20 ഇസ്രയേലി ബന്ദികളെ ഹമാസ് വിട്ടു നൽകുമ്പോൾ 2000-ഓളം പലസ്തീനികളാണ് ഡിറ്റൻഷൻ സെന്ററിൽ നിന്ന് മോചിതരാവുക. അതിനൊപ്പം ഗാസയുടെ ഭാവിയെക്കുറിച്ച് ഈജിപ്തിന്റെയും അമേരിക്കയുടെയും നേതൃത്വത്തിൽ ലോക രാജ്യങ്ങളെ ഉൾപ്പെടുത്തി അന്താരാഷ്ട്ര സമ്മിറ്റും നാളെ നടക്കും. അതേസമയം വെടിനിർത്തൽ കരാർ അംഗീകരിച്ച് ഇസ്രയേൽ സൈന്യം ഭാഗികമായി പിൻവാങ്ങിയ പ്രദേശങ്ങളിലേക്ക് പലസ്തീനികൾ കൂട്ടത്തോടെ മടങ്ങുകയാണ്. വടക്കൻ ഗാസയെ പൂർണ്ണമായും തകർന്ന പട്ടണങ്ങളിലേക്കാണ് ഇവരുടെ മടക്കം. മടങ്ങിയെത്തുന്ന 10,000-കണക്കിന് പലസ്തീനികൾക്കുള്ള താമസ സൗകര്യം അടക്കം പ്രതിസന്ധിയിലാണ്. കൂടുതൽ വിവരങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നു. ഗാസയിലേക്ക് കൂടുതൽ ആളുകൾ മടങ്ങിയെത്തുന്നു. അഭിലാഷ്, അപ്പോഴും അവരുടെ താമസം, ഭക്ഷണം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ അനിശ്ചിതത്വത്തിൽ നിലനിൽക്കുകയാണ്. ഇതിനൊരു പരിഹാരം അതെന്തായിരിക്കും? അനുശ്രീ, നാളെ ഈജിപ്തിൽ ഡൊണാൾഡ് ട്രംപിൻ്റെയും ഈജിപ്തിൻ്റെയും നേതൃത്വത്തിൽ ഒരു വലിയ അന്താരാഷ്ട്ര സമ്മിറ്റ് നടക്കുന്നുണ്ട്. ഈ സമ്മിറ്റിലാണ് ഇത്തരത്തിൽ ഗാസയിൽ ഇനി എന്ത് എന്നുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമുണ്ടാവുക. ഇപ്പോൾ ആകെ തകർന്നു കിടക്കുന്ന ഗാസയിലേക്ക് അവശേഷിക്കുന്ന ഗാസയിലെ ജനങ്ങൾ യുദ്ധം അവസാനിപ്പിച്ചതോടെ അല്ലെങ്കിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ തിരിച്ച് സ്വന്തം വീടുകൾ തേടി എത്തുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ അവിടെ എത്തുന്നതെല്ലാം തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങളാണ്. അവർ താമസിക്കുന്ന വീടുകളെല്ലാം വെറും മൺകൂനകളായി, സിമന്റ് കട്ടകൾ മാത്രമായി അവശേഷിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവരെല്ലാം തിരിച്ചെത്തുമ്പോൾ അവരുടെ താമസം എങ്ങനെയാണ്, അവരുടെ മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ്, അവർ വീണ്ടും എങ്ങനെ അവരുടെ ജീവിതം പടുത്തുയർത്തും എന്നുള്ള വലിയ ചോദ്യം അവിടെയുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം കൂടിയാണ് നാളെ നടക്കുന്ന സമ്മിറ്റിൽ കണ്ടെത്തേണ്ടത്. അതിൽ പ്രധാനമായും 20 രാജ്യങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. അമേരിക്കയും ഈജിപ്തുമാണ് ആ ചർച്ചയ്ക്ക് നേതൃത്വം വഹിക്കുക. അതുപോലെ ഇറ്റലി, ഫ്രാൻസ് തുടങ്ങിയിട്ടുള്ള ഇംഗ്ലണ്ട് തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം ചർച്ചയിൽ പങ്കെടുക്കും. അതുപോലെ ബെഞ്ചമിൻ നെതന്യാഹു പങ്കെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ഹമാസിന്റെ നേതാക്കൾ നേരിട്ട് പങ്കെടുക്കില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു സമാധാനത്തിൻ്റെ ആദ്യ ഘട്ടമെന്ന നിലയിൽ ബന്ദികളെ നാളെ മോചിപ്പിക്കും. അതായത് നാളെ എന്ന് പറയുമ്പോൾ തിങ്കളാഴ്ച, ഇന്ത്യൻ സമയം തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ ആയിരിക്കും അല്ലെങ്കിൽ രാത്രിയോടെ ആയിരിക്കും നടക്കുക. ബന്ദികളെ മോചിപ്പിക്കും. 20 പേരെ ഹമാസ് വെറുതെ വിടും. അതുപോലെ 2000-ഓളം പലസ്തീനികളും നാളെ സ്വന്തം മണ്ണിലേക്ക് തിരിച്ചു വരും. അത് വലിയ ആശ്വാസം നൽകുന്ന വാർത്തയാണ്. അതിൻ്റെ മറ്റു കാര്യം, ഹമാസ് എന്തായാലും അതെല്ലാം അംഗീകരിച്ചു കഴിഞ്ഞു. എന്നാൽ രണ്ടാമത്തെ ഘട്ടമാണ് ഏറ്റവും നിർണായകമായ ഘട്ടം. അവിടെ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് ലോകരാജ്യങ്ങളടക്കം കാത്തിരിക്കുന്നത്. കാരണം ഹമാസിന്റെ നിരായുധീകരണം അടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ചകൾ തുടരുകയാണ്. അവിടെ കൺഫ്യൂഷൻസ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാവുന്നത്. ഹമാസ് തത്വത്തിൽ നിരായുധീകരണത്തിന് സമ്മതിച്ചിട്ടുണ്ട്. അതുപോലെ ഗാസയുടെ ഭരണത്തിൽ നിന്ന് മാറി നിൽക്കാമെന്നുള്ള കാര്യം കൂടി ഹമാസ് അംഗീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഗാസയിൽ നിന്ന് ഘട്ടം ഘട്ടമായി ഒഴിയാമെന്നുള്ളതാണ് ഇസ്രായേൽ സൈന്യം നൽകിയിരിക്കുന്ന ഉറപ്പ്. അതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം നാളെ ബന്ദികളെ വിട്ടു നൽകിയാൽ ഉടൻ ആദ്യഘട്ടം എന്നുള്ളതിൽ കുറച്ച് കിലോമീറ്ററുകൾ പിന്നോട്ട് ഇസ്രായേൽ സൈന്യം മാറും. അവിടെ ഇസ്രായേൽ സൈന്യം മാറുന്ന സ്ഥലത്തേക്ക് തുർക്കി, അതുപോലെ ഖത്തർ, ഈജിപ്റ്റ്, UAE തുടങ്ങിയ രാജ്യങ്ങളുടെ സൈനിക ഫോഴ്സുകൾ അവിടെ ഇടം പിടിക്കും. ഈ സൈനിക ഫോഴ്സുകളെ നിയന്ത്രിക്കാനായിട്ട് അമേരിക്കയുടെ ഒരു കമാൻഡും അവിടെ തുടങ്ങുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇതുമായി ബന്ധപ്പെട്ട് അതുകൂടാതെ ലോക്കലായിട്ടുള്ള പ്രദേശത്തെ നിയന്ത്രണത്തിന് ഗാസ സെക്യൂരിറ്റി ഫോഴ്സസ് എന്നുള്ള പേരിൽ ഒരു സംഘം രൂപീകരിക്കും. പക്ഷേ ആ സംഘത്തെ പറ്റി ഒരു ആരോപണം ഇപ്പോൾ വരുന്നത് ഹമാസിൻ്റെ സൈനികർ തന്നെ അവരുടെ ഹമാസിൻ്റെ യൂണിഫോം എല്ലാം കളഞ്ഞ് ഒരു തോക്കുമെടുത്ത് സാധാരണ സിവിലിയൻസിൻ്റെ ഡ്രസ്സും ഇട്ടാണ് അവിടെ നിൽക്കുന്നത്. ഈ ഗാസ സെക്യൂരിറ്റി ഫോഴ്സസ് എന്ന് പറയുന്നത് ഹമാസിൻ്റെ മറ്റൊരു രൂപം തന്നെയാണ് എന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഒരുപക്ഷെ ഈ ഹമാസിൻ്റെ നിരായുധീകരണവുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണ് ഹമാസിൻ്റെ പ്രവർത്തകരായിട്ടുള്ള അല്ലെങ്കിൽ സൈനികരായിട്ടുള്ളതെന്നുള്ള കാര്യത്തിലൊക്കെ ഇസ്രായേലിന് ഒരുപക്ഷെ കാര്യങ്ങൾ കൃത്യമായി അറിവുണ്ടായിരിക്കും. അവർ ഒരുപക്ഷെ പറയും ഈ ആൾക്കാരെയൊന്നും ഇതുമായി ബന്ധപ്പെട്ട ആയുധങ്ങൾ സായുധ സൈനികരായി എടുക്കാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെയുള്ള നിർദ്ദേശങ്ങൾ ഒരുപക്ഷെ ഇസ്രായേൽ എന്തായാലും മുന്നോട്ട് വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ ഗാസയുടെ സാഹചര്യം എന്ന് പറയുന്നത് വലിയ വെടിയൊച്ചകളൊന്നുമില്ലാത്ത സമാധാനമായിട്ടുള്ള, എന്നാൽ രക്ഷപ്പെട്ട ആളുകൾക്ക് എവിടെ അഭയം തരണം എന്നുള്ള കാര്യത്തിലൊന്നും തീരെ വ്യക്തതയില്ലാത്ത ഒരു രൂപമാണ് ഗാസയിലുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ നാളെ ആദ്യഘട്ടം കടക്കുന്നതോടെ, അതായത് ബന്ദികളുടെ കൈമാറ്റം നടക്കുന്നതോടുകൂടി ഗാസയിൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അനുശ്രീ, അഭിലാഷ്, അതുപോലെ തന്നെ ഈ വടക്കൻ ഗാസയിലെ തകർന്ന പ്രദേശങ്ങളിലേക്ക് പലസ്തീനികൾ മടങ്ങിയെത്തുകയാണ് എന്നാണല്ലോ റിപ്പോർട്ടുകൾ വരുന്നത്. ഏതാണ്ട് 2 വർഷം നീണ്ട യുദ്ധമാണ് ഉണ്ടായത്, ഉഗ്രാക്രമണങ്ങളാണ് ഉണ്ടായത്. തിരിച്ചു വരുന്നവർക്ക് ജീവിതം
കെട്ടിപ്പടുക്കുക ഒട്ടും എളുപ്പമായിരിക്കില്ല. എന്താണ് അവരുടെ മുന്നിലുള്ള സാധ്യതകളും വെല്ലുവിളികളും എന്നത് വലിയ ഒരു ചോദ്യമായി നിലനിൽക്കുകയാണ്. രാജ്യാന്തര ഇടപെടലുകളെല്ലാം ഏതെല്ലാം വിധത്തിൽ ഇവർക്ക് സഹായകമാകും എന്നതൊക്കെ ഉറ്റുനോക്കേണ്ടതല്ലേ? അനുശ്രീ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. അതായത് ഈ യുദ്ധത്തിന് ശേഷം, ആക്രമണങ്ങൾക്ക് ശേഷം, 2 വർഷം നീണ്ട ആക്രമണങ്ങൾക്ക് ശേഷം തിരിച്ച് സ്വന്തം വീടുകൾ തേടിയെത്തുന്നവർക്ക് കാണാൻ കഴിയുന്നത് വെറും മൺകട്ടകളാണ്. അവിടെ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഇപ്പോൾ ഭക്ഷണത്തിന് പോലും അവരുടെ താമസം, മറ്റു കാര്യങ്ങൾ എല്ലാം രണ്ടാമത്തെ കാര്യമാണ്. കാരണം ഏറ്റവും പ്രാഥമികമായിട്ടുള്ളത് അവരുടെ വിശപ്പടക്കാനുള്ള കാര്യമാണ്. അതുപോലും അവിടെ ഇപ്പോൾ ഒരു ദുർഘടമായ സാഹചര്യമാണ്. കാരണം അവിടെ ആളുകൾക്ക് ഭക്ഷണം എത്താത്തൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഗാസയിലേക്കുള്ള ആഹാരം എത്തുന്ന ഫുഡ് ട്രക്കുകളും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, സഹായങ്ങളും ഒക്കെ എത്താനുള്ള സാഹചര്യമുണ്ടെങ്കിൽ പോലും ആളുകൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് മാത്രമായിരുന്നു. അതായത് ഈ ഹ്യൂമാനിറ്റേറിയൻ സോൺ എന്ന് പറയും, വെടി വയ്ക്കാൻ പാടില്ലാത്ത സ്ഥലം, അവിടെയായിരുന്നു ആളുകൾ ഏറ്റവും കൂടുതൽ കൂട്ടമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് കൃത്യമായി ഭക്ഷണം എത്തുന്ന ഭക്ഷണം കൃത്യമായി അവരുടെ കയ്യിൽ എത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആളുകൾ ചിന്നിച്ചിതറി പല ഭാഗങ്ങളിലേക്ക് വീടുകൾ തേടി അലഞ്ഞതോടെ അവർക്ക് എവിടെയെല്ലാമാണ് ഭക്ഷണം കൊണ്ടെത്തിക്കേണ്ടതെന്നുള്ള കാര്യത്തിലൊക്കെ അവ്യക്തതയുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഭക്ഷണ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉള്ളത്. മറ്റൊരു കാര്യം, അതിനുശേഷമുള്ള ഇവരുടെ താമസിക്കാൻ, ഈ ആളുകൾ നേരത്തെ ടെൻറ്റുകളിലാണെങ്കിൽ പോലും അവർക്ക് വെയിലോ മഴയോ ഏൽക്കാതെ കിടക്കാനുള്ള ഒരു സാഹചര്യമെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷേ ഇനി ഇവർ തകർന്ന തങ്ങളുടെ വീടുകൾ തേടി പോകുമ്പോൾ അവർക്ക് ഒരു പക്ഷേ താമസിക്കാനുള്ളൊരു സ്ഥലം പോലും ഉണ്ടാകില്ല. അതിന് ഒരുപാട് സമയമെടുക്കും. നിലവിൽ ഇതൊന്ന് കെട്ടിപ്പടുത്ത് കൃത്യമായി ഒരു നേരത്തെ ഗാസ എങ്ങനെ ഉണ്ടായിരുന്നു, 2023 ഒക്ടോബർ 7 മുമ്പ് ഗാസ എത്തരത്തിലായിരുന്നു, അതുപോലെ ഒരു ഗാസ ഇനി കെട്ടിപ്പടുക്കുക എന്ന് പറയുന്നത് വർഷങ്ങളുടെ പരിശ്രമം ലോകരാജ്യങ്ങളുടെ അടക്കം സഹായത്തോടെ നടക്കേണ്ടി വരും. മാത്രമല്ല, ഇപ്പോൾ ഈ വെടിനിർത്തൽ എന്ന് പറയുന്നത് ഇതിനു മുമ്പ് ഈ 2023 ഒക്ടോബറിന് ശേഷം പല തവണ വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടായിരുന്നു. ഈ വെടിനിർത്തൽ പ്രഖ്യാപനം കഴിഞ്ഞിട്ട് ദിവസങ്ങൾക്കകം തന്നെ വീണ്ടും വെടിയൊച്ചകളും മിസൈലുകളും ഗാസയിലേക്ക് വന്ന് പതിച്ചിരുന്നു. ആ ഒരു പേടി കൂടി ഗാസയിലെ ജനങ്ങൾക്കുണ്ട്. അവർ ആഘോഷിക്കുന്നെങ്കിൽ പോലും ഏത് നിമിഷം വേണമെങ്കിലും ഇസ്രായേലിൻ്റെയോ അമേരിക്കയുടെ നിലപാട് മാറി ഒരു ആക്രമണം ഉണ്ടാവാനുള്ള ഒരു സാധ്യത കൂടി അവർ കാണുന്നുണ്ട്. അതുകൂടി ഈ ഇപ്പോൾ 1ാം ഘട്ടം കഴിഞ്ഞ് 2ാം ഘട്ട സമാധാന കരാറിൻ്റെ 2ാം ഘട്ട വ്യവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഹമാസ് ഏതെങ്കിലും തരത്തിൽ ഹമാസും ഇസ്രായേലുമായിട്ടുള്ള ടേംസിൽ ഒരു തെറ്റുണ്ടായാൽ, അവർ തമ്മിൽ പിരിഞ്ഞാൽ, അത് വീണ്ടും അവർ തമ്മിലുള്ള തെറ്റി പിരിഞ്ഞാൽ വീണ്ടും ഒരു ആക്രമണം ഉണ്ടാവാനുള്ള, അതും കടുത്ത ആക്രമണം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ സ്വന്തം വീടുകൾ തേടി ഗാസയിലെ മറ്റ് പ്രദേശങ്ങളിലേക്ക് പോകുന്നത് അപകടകരമാണ്. അല്ലെങ്കിൽ അത് ഒരു പക്ഷേ സാഹചര്യം മാറിയാൽ വീണ്ടും കാര്യങ്ങൾ മോശമാവാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരം ഉള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് വെടിനിർത്തൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ സ്വന്തം വീടുകളിലേക്ക് രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ വീടുകൾ തേടി അലയാൻ, അതും മൺകട്ടകൾ മാത്രമായിട്ടുള്ള വീടുകളിലേക്ക് കയറി പോകാനായിട്ടുള്ള ആളുകളുടെ ഈ ഒരു ത്വര ഉണ്ടാവുന്നത്. പക്ഷേ അത് എത്രത്തോളം നല്ലതാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം ഇനിയിപ്പോൾ 2ാം ഘട്ട ബന്ദിമോചനം കഴിഞ്ഞിട്ടുള്ള 2ാം ഘട്ട ചർച്ചകൾ വരുമ്പോൾ അതിൽ ഏതെങ്കിലും തരത്തിൽ ഹമാസും ഇസ്രായേലും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായാൽ അത് വീണ്ടും വലിയ ആക്രമണം, നേരത്തെ ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞിരുന്നു, ഈ ഗാസ സമാധാന കരാറിലെ 20 വ്യവസ്ഥകളും പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്നത് ഇത്രയും നാൾ ഉണ്ടായതിനേക്കാളും വലിയ ആക്രമണങ്ങളായിരിക്കും, അതിൽ വേറെ മറ്റാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, തടയാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം കൂടി ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ സ്വന്തം വീടുകൾ തേടി പോകുന്നത് അത്ര സുരക്ഷിതമല്ല എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. അനുശ്രീ, അഭിലാഷ്, ഈ ഗാസയിലെ യുദ്ധം എന്ന് പറയുന്നത് അതിന്റെ ചരിത്രം നോക്കിയാൽ അത്ര പുതുമയുള്ള ഒരു കാര്യമൊന്നുമല്ല. പലസ്തീന്റെ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട് പല ഏറ്റുമുട്ടലുകൾക്കും. ഇത്രയും രക്തം ചൊരിഞ്ഞ ഏറ്റുമുട്ടൽ പക്ഷേ ഇത് ആദ്യമായിട്ടായിരുന്നു. ഇത്രയും ഗുരുതരമായ സംഭവ വികാസങ്ങളൊക്കെ നടന്നിട്ടും ഇനി ഈ സമാധാനം ശാശ്വതമാണെന്ന് നമുക്ക് എങ്ങനെ പറയുക എന്നത് അത്ര എളുപ്പമായിരിക്കില്ല. എന്തായാലും ഗാസയുടെ ഭാവി എന്തായിരിക്കും എന്നത് നമുക്ക് മുന്നിൽ നിൽക്കുന്ന വലിയൊരു ചോദ്യമായി നിലനിൽക്കുകയല്ലേ? അനുശ്രീ, ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അതായത് സമാധാനവും സ്വാതന്ത്ര്യവും രണ്ടാണ്. ഇപ്പോൾ പലസ്തീനികളുടെ വർഷങ്ങളായിട്ടുള്ള ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ഒരു ആവശ്യമെന്ന് പറയുന്നത് സ്വാതന്ത്ര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ സമാധാനം എന്നുള്ള ഒരു പേരാണ് വരുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു തടവിലാണെങ്കിൽ പോലും നമുക്ക് അവിടെ കൃത്യമായിട്ടുള്ള ഭക്ഷണവും നമ്മളാരും ഉപദ്രവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിനെ വേണമെങ്കിൽ സമാധാനം എന്ന് വിളിക്കാം. പക്ഷേ സ്വാതന്ത്ര്യം മറ്റൊന്നാണ്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്ക് സ്വന്തമായിട്ട് എങ്ങോട്ട് പോകാനും നമ്മൾ ആരും നിരീക്ഷണത്തിലല്ല എന്നുള്ളൊരു രീതിയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതാണ് പലസ്തീന് യഥാർത്ഥത്തിൽ ആവശ്യം. ഇപ്പോൾ ഒരു വലിയൊരു ആക്രമണം ഉണ്ടായി. അതായത് 1923 ജൂതന്മാർ
പലസ്തീനിലേക്ക് കുടിയേറിയതിനു ശേഷമുള്ള ഏറ്റവും വലിയ ഒരു ആക്രമണമാണ് ഈ 2023 ഒക്ടോബർ 7 മുതൽ ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അവിടുത്തെ മനുഷ്യരെ കുറച്ചെങ്കിലും ബാക്കി നിൽക്കണം, ഈ ഒരു വംശഹത്യ അവിടെ സംഭവിക്കാതിരിക്കാൻ, ഇനിയും ആ ഒരു വംശത്തെ നിലനിർത്താൻ വേണ്ടി ഒരു സമാധാനത്തിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവിടെ ഇനി ഒരു ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കരാറാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു കരാർ കൂടി ഇല്ലാതായാൽ, ഈ കരാർ കൂടി ഒഴിവായാൽ അവിടെ ഗാസ എന്ന് പറയുന്ന സ്ഥലത്ത് പലസ്തീനികൾ ആകെ മൊത്തം അവരില്ലാതായി പോകുന്നൊരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് സമാധാനം എന്നൊരു കാര്യത്തിലേക്ക് പലസ്തീനും ഹമാസും എല്ലാം അംഗീകരിക്കുന്നത്. എന്നാൽ സ്വാതന്ത്ര്യം എന്നുള്ളത് വേറൊരു കാര്യം തന്നെയാണ്. നമ്മുടെ കയ്യിൽ ആരും നോക്കാതെ, നമ്മുടെ കയ്യിൽ ആരും പിടിക്കാതെ നമുക്ക് എങ്ങോട്ടും പോകാനുള്ള ഒരു സ്വാതന്ത്ര്യമാണ് അവിടെ ആവശ്യം. അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളാണ് അവിടെ നടക്കുന്നത്. അതിൽ ബ്രിട്ടനും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങൾ പലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചു എന്നുള്ളത് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എന്നാൽ അവർ ഇപ്പോഴും സ്വതന്ത്രരായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. പക്ഷേ ഒരു സമാധാനം എന്നുള്ളത് അവർക്ക് ഇനി കുറച്ച് ദിവസങ്ങളെങ്കിലും, അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ അവർക്ക് ഇനി ആകാശത്ത് നിന്ന് വെടിവെപ്പൊന്നും ഉണ്ടാകാത്ത, അല്ലെങ്കിൽ ഇനി ഒരു തരത്തിലും ഒരു സൈനിക ആക്രമണങ്ങൾ ഉണ്ടാകാതെ അവർക്ക് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. പക്ഷേ അതല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ് നമ്മൾ കരുതേണ്ടത്. കാരണം സ്വാതന്ത്ര്യം തന്നെയാണ് ഏതൊരു മനുഷ്യനും ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അത് തന്നെയാണ് പലസ്തീനികൾക്ക് കിട്ടേണ്ടത് എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അനുശ്രീ.